Hey guys, welcome back Atlas Boyയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക് എന്താ വെച്ചാൽ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മുന്നത്തെ ഒരു വീഡിയോ ഇട്ടത് ഇൻസ്റ്റാഫ്ലോയുടെ വേർഷൻ 9 ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച. അപ്പോൾ ആ വീഡിയോ ശനിയാഴ്ച ഞായറാഴ്ച ഓക്കെ. അപ്പോൾ ആ വീഡിയോയിൽ കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ iOS ഇമോജി അതിൽ കണക്റ്റ് ആവണില്ല, അതെങ്ങനെ എടുക്കാമെന്ന് അറിയണില്ല പറഞ്ഞിട്ടായിരുന്നു കുറച്ച് നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന മെസ്സേജുകളും പിന്നെ കമൻറ്റ് ബോക്സിനെ കുറിച്ച് കഴിഞ്ഞപ്പോൾ ടേൺ ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവരെ വന്നത് അത് ജസ്റ്റ് അതെങ്ങനെ സോൾവ് ചെയ്യാൻ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു വീക്കെൻഡിൻ്റെ ഇടയിലായിട്ട് അവർ വീണ്ടും നമുക്കൊരു അപ്ഡേറ്റ് തന്നിട്ടുണ്ട്. കാരണം അതിലെന്താ ചെറിയൊരു ബഗ് ഇഷ്യൂ ഉണ്ട് തോന്നുന്നു, എനിക്കറിയില്ല, ഞാൻ യൂസ് ആക്കിയിട്ടില്ല. അപ്പോൾ ഒരു ഇഷ്യൂ മാറ്റിയിട്ട് ഇപ്പോൾ വേർഷൻ 15 പറഞ്ഞിട്ട് വരണം അവർ ആഡ് ആക്കിയിട്ടുണ്ട് പുതിയ ഇൻസ്റ്റാഫ്ലോയുടെ തന്നെ. അപ്പോൾ അതങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നമ്മുടെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. വീഡിയോയുടെ ചെറിയൊരു പാസ്വേഡ് ഉണ്ട്. അപ്പോൾ ലിങ്കും അതെങ്ങനെ ഓപ്പൺ ചെയ്യാമെന്നൊക്കെ അവൾ വീഡിയോയിൽ ഞാൻ പറയുന്നത്. സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടില്ല, അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായി കാണുക. അപ്പോൾ ഇത് നമ്മുടെ ചാനൽ ഇത് ആദ്യമായിട്ട് കാണാറില്ലാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മുടെ അന്നത്തെ വീഡിയോയുടെ ലൈക്ക് പറഞ്ഞാൽ 1K ലൈക്കാണ് ടാർഗറ്റ്. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് തന്നെ എത്തിക്കാൻ പറ്റും. 1K മാക്സിമം 500 ലൈക്കുകൾ നമുക്ക് എത്തിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിന്നത്തെ ചാനൽ അതായത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണും ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. കാരണം iOS റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചാനൽ ഇതുവരെ അപ്ലോഡ് ചെയ്തും. പിന്നെ അതുപോലെ ഇൻസ്റ്റാഗ്രാം, പിന്നെ ലൈറ്റ് റൂം പ്രീസെറ്റാണ്. അപ്പോൾ ലൈറ്റ് റൂം പ്രീസെറ്റൊക്കെ നമ്മൾ ഓൺ ദ വേ ആണ് വരുന്നുണ്ട്. കുറച്ച് പ്രിപ്പയർ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇനി വീഡിയോ ആക്കി ഇടണം എന്നുള്ളൂ. അപ്പോൾ അത് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് ലൈറ്റ് റൂം പ്രീസെറ്റ് എന്താ ഇടാത്തത്. അപ്പോൾ അതും ഞാൻ വരുന്നുണ്ട്. ഓക്കെ, ഓൺ ദ വേ ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ പെട്ടെന്ന് ഇടുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ. വീഡിയോയുടെ കയ്യിൽ പാസ്വേഡ് ഉണ്ട്. പിന്നെ പാസ്വേഡ് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഇടാതിരിക്കുക. അപ്പോൾ ലിങ്ക് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ലിങ്കിന് ടെലഗ്രാമിലാണ് ലിങ്ക് വരിക. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് സിമ്പിളായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന രീതി ഞാൻ നിങ്ങൾക്ക് മെത്തേഡ് പറഞ്ഞുതരാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നോട്ട് പാഡിലാണ് ലിങ്ക് വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് ഉണ്ടാവുക നിങ്ങളുടെ ടെലഗ്രാമിലാണ്. അപ്പോൾ 2 സെക്ഷനായിട്ടാണ് വന്നേക്കുന്നത്. ഈ ലിങ്കിൽ ഒന്ന് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ളതുണ്ട്. പിന്നെ അതുമാതിരി ആപ്പിൽ നമുക്ക് ഇമോജീസ് ആഡ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഉണ്ട്. അപ്പോൾ രണ്ടും എങ്ങനെ ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ പഴയ ഇൻസ്റ്റാഫ്ലോ ഡിലീറ്റ് ഞാൻ ആക്കിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഡിലീറ്റ് ആക്കിയിട്ട് ജസ്റ്റ് നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു വേർഷൻ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ആക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഫ്ലോ അവിടെ പഴയ വേർഷൻ ഇവിടെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ടൈം പിടിക്കും, ചെറിയ ലാഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇനി എന്തായാലും നമ്മുടെ പണി തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഈ ലിങ്കാണ് നിങ്ങൾക്ക് ടെലഗ്രാമിലുണ്ടാവും. ജസ്റ്റ് ഈ ലിങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ശേഷം ഓപ്പൺ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ പോകുന്നതാണ്, നിങ്ങൾക്ക് അഡീഷണലായിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ ഓപ്പൺ ആക്കിയത് ഈ ഒരു വെബ്സൈറ്റാണ് ഫസ്റ്റ് നമുക്ക് എൻ്റർ ചെയ്യുക. പാസ്വേഡ് കൊടുത്താൽ മാത്രമേ നമുക്ക് ലിങ്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എന്തായാലും പാസ്വേഡ് സ്ക്രീനിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പേടിക്കുക വേണ്ട. അപ്പോൾ പാസ്വേഡ് എന്തായാലും നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ ഫുള്ള് കാണാച്ചെങ്കിൽ പാസ്വേഡ് ഇട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി പാസ്വേഡ് ഓക്കെ കൊടുത്താൽ നമുക്ക് സെക്കൻഡ് വെബ്സൈറ്റിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഈ വെബ്സൈറ്റ് കുറച്ച് പേര് കാണാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് കുറേ പേർക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല പറഞ്ഞിട്ട് കുറേ പേര് നമ്മുടെ ആർട്ട്ലെസ് ബോയുടെ ഇൻസ്റ്റാഗ്രാമിലേക്കാണ് മെസ്സേജ് അയക്കുന്നത്. പക്ഷേ ഞാൻ അതിൽ ആക്റ്റീവ് അല്ല, ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് നമ്മുടെ മെയിനായിട്ടുള്ള 2 അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ആ അക്കൗണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിരാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ നേരത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത കാരണം ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് എന്തായാലും ഈ ഒരു അക്കൗണ്ട് ഫോളോ ആക്കുക. പിന്നെ ഇത് ഓക്കെ, ഇത് നമ്മൾ 2ാമത്തെ അക്കൗണ്ടാണ്. ഇത് ഇതേമാതിരി ഫോളോ ചെയ്യാത്തവരാണ് ജസ്റ്റ് ഒന്ന് ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ആക്കുക. ഓക്കെ, അപ്പോൾ സിമ്പിൾ. ഓക്കെ, അപ്പോൾ രണ്ടും ചെയ്തതിന് ശേഷം ഗെറ്റ് യുവർ ലിങ്ക് പറഞ്ഞിട്ട് ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ജസ്റ്റ് ടൈം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗോ ടു യുവർ ലിങ്ക് പറഞ്ഞിട്ട് വീണ്ടും ഒരു ഓപ്ഷൻ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് വന്നിട്ടുണ്ടാവും. ജസ്റ്റ് അതുപോലെ ഒരു ഫോൾഡറിലേക്ക് നമ്മൾ ലാസ്റ്റത്തെ നമ്മുടെ ഒരു ഫയൽ ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് നമ്മൾ ലാസ്റ്റ് എൻ്റർ ആവുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഗൂഗിൾ ഡ്രൈവ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ ഈ ഗൂഗിൾ ഡ്രൈവ് ഇല്ലാത്ത ഫോൺ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ജസ്റ്റ് ഈ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതങ്ങനെ ഗൂഗിൾ ഡ്രൈവ് ഉണ്ട്. അതായത് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടുകൾ അതിൻ്റെ ഇമെയിലുകൾ ഇവിടെ വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഏത് ഇമെയിൽക്കാണ് ഈ ഡ്രൈവ് ഉള്ളത് ആ ഡ്രൈവിലേക്ക് നിങ്ങൾ ഈ ലിങ്ക് ജസ്റ്റ് ഒന്ന് അങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എന്തായാലും എൻ്റെ ഒരു ഇമെയിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ ഓക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി ഗൂഗിൾ ഡ്രൈവിൽ ആ ഒരു ഇതിൽ അങ്ങോട്ട് എത്തുന്നതാണ്, അതായത് നമ്മുടെ ഫോൾഡറിലേക്ക് ഫയൽ എത്തുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഇതിൽ ടാപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഇൻസ്റ്റാഫ്ലോ ഡൗൺലോഡ് ചെയ്യാൻ ഓട്ടോമാറ്റിക്കലി ഒന്ന് കുറച്ച് വെയിറ്റ് ചെയ്താൽ തന്നെ ഡൗൺലോഡ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഡൗൺലോഡ് ആക്കി വെക്കുക. അതിന് ശേഷം ഈ ഫോണുകളും അതൊക്കെ ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവുന്നതാണ്.
നിങ്ങളങ്ങനെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഡൗൺലോഡ് ആക്കിയതിന് ശേഷം ഈ ഫോൾഡർ രണ്ടും സെൻഡ് കോപ്പി എടുക്കാൻ ശേഷം നമ്മുടെ സെഡ് ആർച്ചിവർ എടുക്കാൻ നിങ്ങൾ മുന്നേ ഒരു ഫോൾഡർ മേക്ക് ചെയ്യുക വെച്ചെങ്കിൽ ജസ്റ്റ് കൂടി ബെറ്റർ ആവും. അപ്പോൾ ഞാനിവിടെ മുന്നേ ഒരു ഫോൾഡർ മേക്ക് ചെയ്തതിന് ശേഷം നേരെ സിപ്പ് ഫയലാക്കുക, അതായത് ഈ 2 ഫോണ്ടുകളും സിപ്പ് ഫയലാക്കി വെക്കുക. അപ്പോൾ പാസ്വേഡ് നോക്കുന്നുണ്ട് ജസ്റ്റ് സിപ്പ് ഫയലാക്കി വെക്കുക. അതിന് ശേഷം ഏതെങ്കിലും നിങ്ങളൊരു ഫോൾഡർ മേക്ക് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ്സ് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഇവിടെ മേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അടിക്ക് വെച്ച് നിങ്ങൾ ചെയ്ത് വെച്ച സിപ്പ് ഫയൽ നിങ്ങൾക്ക് കിട്ടും. അതിന് ശേഷം കോപ്പി ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ മേക്ക് ചെയ്ത ഡൗൺലോഡ്സ് പറഞ്ഞൊരു ഓപ്ഷനാണ്. അപ്പോൾ ഞാൻ ഇവിടെ മുന്നേ ഇത് ആഡാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആഡാക്കാത്തവരാണെങ്കിൽ ജസ്റ്റ് അതിലേക്ക് എക്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എക്സ്ട്രാക്ട് ആവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ വന്നിട്ട് ഇനി ജസ്റ്റ് എക്സ്ട്രാക്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിവിടെ കണ്ടോ, ഞാൻ ഇപ്പോൾ റീപ്ലേസ് ചെയ്യുന്നില്ല, കാരണം ഞാൻ ഒരു വട്ടം ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കൊടുക്കുക, ഓട്ടോമാറ്റിക്കലി അവിടെ എക്സ്ട്രാക്റ്റ് ആയി വരുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഫോൾഡറിലേക്ക് ഈ 2 ആഡാക്കി വെക്കുക. അതായത് ഡ്രൈവ് നേരെ ഫയലിലേക്ക് ആക്കുക. അതിനുശേഷം ഇനി നമുക്ക് ആപ്പ് ഇതേമാതിരി ജസ്റ്റ് ഒന്ന് സെൻഡ് കോപ്പി കൊടുക്കുക. അതിനുശേഷം ഡ്രൈവിലേക്ക് ഇടണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ചെയ്ത് കാണിച്ചത് നിങ്ങൾക്ക്. അതിനുശേഷം സിപ്പ് ഫയലിനാക്കുക, അതാണ് കുറച്ചുകൂടി ബെറ്റർ. സിപ്പ് ഫയലാക്കിയതിന് ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ ഓക്കെ കൊടുക്കുമ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ മേക്ക് ചെയ്ത ഏതെങ്കിലും ഫോൾഡർ ഉണ്ടാവണം. അപ്പോൾ ഞാൻ മുന്നേ മേക്ക് ചെയ്ത് വെച്ചതാണ് ഡൗൺലോഡ്സ് വേണ്ടൊരു ഫോൾഡർ. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അതിൽ കൊണ്ടായിട്ട് എക്സ്ട്രാക്റ്റ് ആവുന്നതാണ്. അതിന് ശേഷം ഇവിടെ സിപ്പ് ഫയലായിട്ട് തന്നെ വരിക. ഞാൻ അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ മാത്രം ചെയ്താൽ മതി. അപ്പോൾ എക്സ്ട്രാക്റ്റ് എയർ കൊടുക്കാച്ചെങ്കിൽ നമ്മുടെ ഫയൽ എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് അടിയത്തെ സിപ്പ് ഫയൽ വേണമെങ്കിൽ ഡിലീറ്റ് ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇൻസ്റ്റാഫ്ലോ ക്ലോൺഡ് പറഞ്ഞിട്ട് ജസ്റ്റ് എടുക്കുന്നുണ്ടാവും. ജസ്റ്റ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾ മുന്നേ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മുടെ മുന്നത്തെ ഇൻസ്റ്റാഫ്ലോ ഡിലീറ്റ് ആക്കിയിട്ടാണ് വീണ്ടും ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് വീണ്ടും കർവ്, അതായത് റീൽസിലും കർവ് അതേമാതിരി സ്റ്റോറിയിലും കർവ് വീണ്ടും ചെയ്യണം. അപ്പോൾ അറിയണവരാണെങ്കിൽ ഈ ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അറിയാത്തവർക്കാണെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് ഹോം ബട്ടൺ ലോങ് പ്രസ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്ക് എക്സ്റ്റേണൽ ആയിട്ടൊരു സെറ്റിങ്സ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ സെറ്റിങ്സിൽ വരിക വെച്ചെങ്കിൽ നിങ്ങൾക്ക് മോഡിഫൈ ക്വിക്ക് എക്സ്പെരിമെൻറ്റ് സെറ്റിങ്സ് എടുക്കുക. അതിന് ശേഷം കുറച്ച് താഴേക്ക് വെച്ചെങ്കിൽ സ്റ്റോറി വേണ്ട ഓപ്ഷൻ നിങ്ങൾക്ക് ഇതേമാതിരി ഒരു ഫോൾഡർ കാണാൻ പറ്റും. അതിൻ്റെ ഏറ്റവും താഴത്തേക്ക് വെച്ചെങ്കിൽ ക്ലിപ്പ് ആൻഡ് സ്റ്റോറീസ് കൊണ്ട് ഒരു 10 ഓപ്ഷൻസ് ഉണ്ടാവും. ആ 10 എണ്ണം നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. അതായത് ഫോൾസ് ആയിട്ടാവും കിടക്കുന്നുണ്ട്. അപ്പോൾ 10 എണ്ണവും അലോ ആക്കി കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് റീൽസിലേക്ക് കർവേഡ് ഓട്ടോമാറ്റിക്കലി സെറ്റ് ആയി വരുന്നതാണ്. ഇനി നമുക്ക് മെൻഷൻ ചെയ്യുമ്പോൾ അതെങ്ങനെ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് ഇതേമാതിരി നേരെ ടോപ്പിലേക്ക് വരിക. അപ്പോൾ അവിടെ സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ മെൻഷൻ നിങ്ങൾ സെർച്ച് ചെയ്യുക. അപ്പോൾ മെൻഷൻ നിങ്ങൾ സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല സ്റ്റോറി മെൻഷൻ റീഷെയർ വീഡിയോ പറഞ്ഞ ഓപ്ഷൻ. ജസ്റ്റ് അതുകൂടി ഒന്ന് എനേബിൾ ആക്കിയിടുക. അത് ഇട്ടാലാണ് നമ്മൾ സ്റ്റോറി ഇടുമ്പോൾ നിങ്ങൾക്ക് കർവ് കിട്ടുള്ളൂ. ശേഷം നമ്മുടെ ഏറ്റവും മേലെ ഉണ്ട് ആപ്പ് റീസ്റ്റാർട്ട് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ നമ്മുടെ ആപ്പ് തന്നെ റീസ്റ്റാർട്ടായിട്ട് വരുന്നതാണ്. അപ്പോൾ പിന്നെ ബാക്കി നമുക്ക് റീൽസും അതേമാതിരി മെൻഷൻ ചെയ്ത് എങ്ങനെ കർവായി നോക്കാം. ഗൈസ്, നമുക്ക് എങ്ങനെ ഇനി iOS ഫോണ്ടും ഇമോജി സെറ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇമോജീസാണ് ഓൺലി വർക്ക് ആവുക. അപ്പോൾ ജസ്റ്റ് ഞാൻ സിമ്പിളായിട്ടുള്ള മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റോറിയുടെയും കർവിൻ്റെ കാര്യം നമ്മൾ സെറ്റിങ്സ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇനി എങ്ങനെ സെറ്റ് ചെയ്യാം. ഞാൻ നിങ്ങൾക്കൊരു ഡ്രൈവിൽ 2 TTFൻ്റെ 2 ഓപ്ഷൻസ്, അതായത് iOS 16 അതേമാതിരി iOS കൊണ്ട് 2 ഫോൾഡർ തന്നിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ഫോൾഡറിലേക്ക് ആഡ് ആക്കാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. മീൻസ് ഇതിൻ്റെ വീഡിയോയുടെ കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ എങ്ങനെ എടുക്കാമെന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനുശേഷം നിങ്ങളിപ്പോൾ നിങ്ങളുടെ സെഡ് ആർച്ചിവർ എടുക്കുക. അപ്പോൾ ഓക്കെ, സെഡ് ആർച്ചിവർ എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ മേക്ക് ചെയ്ത ഫോൾഡറിൽ ഈ 2 ഫയൽ എടുക്കുന്നുണ്ടാവും. അത് iOS 16 ഫോണ്ട് ആൻഡ് iOS ഫോണ്ട് പറഞ്ഞിട്ട് 2 ഓപ്ഷൻസ് ഇവിടെ കിടക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്തിട്ട് ആദ്യം ഒരെണ്ണം കോപ്പി ചെയ്യുക. അതിന് ശേഷം ഡൗൺലോഡ്സിലേക്ക് കയറിയിട്ട് നമ്മൾ കുറച്ച് താഴത്തേക്ക് പോവാച്ചെങ്കിൽ ഡൗൺലോഡ്സിലല്ല കേട്ടോ, സോറി, നമ്മുടെ ഡിവൈസ് മെമ്മറിക്ക് പോവുക. അതിനുശേഷം നിങ്ങൾക്ക് പോവാച്ചെങ്കിൽ ഇൻസ്റ്റാഫ്ലോ സെറ്റിങ്സ് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോണ്ട് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിവിടെ പേസ്റ്റ് ആവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഒരെണ്ണോടെ പേസ്റ്റ് ആയിട്ട് നമുക്ക് രണ്ടാമത്തെ കൂടി ഇതേമാതിരി ഒന്ന് ജസ്റ്റ് പേസ്റ്റ് ചെയ്യാം. നമ്മൾ അടുത്ത ഫോൾഡർ ആഡ് ചെയ്യണം. അതേമാതിരി iOS 16 അല്ലാത്ത ഫോണ്ട് നമ്മളിപ്പോൾ ആദ്യം ആഡ് ചെയ്യാത്തത് രണ്ടാമത് ആഡ് ചെയ്യുക. പക്ഷേ വീണ്ടും നമ്മുടെ ഡൗൺലോഡ്സ് ഇൻസ്റ്റാഫ്ലോ സെറ്റിങ്സ് എടുക്കുക. അപ്പോൾ ഇൻസ്റ്റാഫ്ലോ സെറ്റിങ്സ് അതിൽ ഫോണ്ട് അതിൽ ഇത് പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ പേസ്റ്റ് ആണ് നിങ്ങൾക്ക് കണ്ടിട്ട് ജസ്റ്റ് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അങ്ങനെ ചെയ്യാമെന്ന്. ശേഷം ബാക്ക് വരിക. ശേഷം നമ്മുടെ ഇൻസ്റ്റാഫ്ലോ ജസ്റ്റ് ഒന്ന് റീബൂട്ട് ചെയ്യുക. ഇൻസ്റ്റാഫ്ലോ എടുക്കുക. ഓക്കെ, ഇൻസ്റ്റാഫ്ലോ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഞാൻ. ഗൈസ്, നമ്മളവിടെ സെഡ് ആർച്ചിവർ ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇൻസ്റ്റാഫ്ലോ എടുക്കുക. അതിന് ശേഷം ഇവിടെ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഗെറ്റ് ഇൻസ്റ്റാഫ്ലോ സെറ്റിങ്സ് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കുക. ശേഷം ഫീഡ് ആൻഡ് സ്റ്റോറീസ് പറഞ്ഞൊരു ഓപ്ഷനിൽ സ്റ്റോറീസ് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. അതിൻ്റെ അടിയിൽ കസ്റ്റം സ്റ്റോറി ഫോണ്ട് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ശരി ക്ലിക്ക് ചെയ്യാൻ ലോഡ് ഫൗണ്ട് ഫ്രം ഫയൽ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ശരി ക്ലിക്ക് ചെയ്യുക വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ജസ്റ്റ് ഇപ്പോൾ iOS 16 ആണ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രണ്ടും സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തേണ് ഇതിൽ ആഡ് ആക്കിയേക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ റീൽസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ജസ്റ്റ് നമുക്ക് ഇനി ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ മാറ്റാൻ പറ്റുന്നുണ്ടോ നോക്കാം. ജസ്റ്റ്
ഏത് കളർ സെലക്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഫോണ്ട് ഒന്ന് ഇതിലേക്ക് ആഡ് ആക്കിയിട്ട് ജസ്റ്റ് നമുക്ക് ഇമോജീസ് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. അതിനുശേഷം ജസ്റ്റ് നമ്മുടെ ഇമോജികൾ ഇത് ഗൈസ് ഈ ഒരു ഫോണ്ടിലാണ് നമ്മുടെ ഇമോജി വർക്ക് ആവുള്ളൂ. അതായത് ഇവിടുന്ന് മൂന്നാമത്തെ ഫോണ്ടിൽ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ iOS ഇമോജീസ് ഒക്കെ ഇവിടെ വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങളുടെ കയ്യിൽ വരുന്നുണ്ടോയെന്ന്. അപ്പോൾ ഇതിലിപ്പോൾ ഇമോജീസൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് കണ്ടോ, കാരണം ഇവിടെ ഇമോജീസൊക്കെ കറക്റ്റ് സെറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇമോജിയുടെ കാര്യത്തിൽ ഇനി നോ മോർ പേടി. ഓക്കെ, ഇൻസ്റ്റാ ഫ്ലോയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണ്ടിലാണ് വരിക. അപ്പോൾ ബാക്കിയുള്ള ഫോണ്ടുകളൊന്നും ഇത് അവൈലബിൾ അല്ല. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള പിന്നെ നിങ്ങൾ എഡിറ്റ് ചെയ്ത് കയറ്റി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇമോജി സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി കർവേഡ് മെൻഷൻ, അതായത് സ്റ്റോറി ഇടുമ്പോൾ കർവ് വരുന്നതെന്ന് കൂടി നമുക്ക് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് കമൻറ്റ് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ച് മുന്നേ കമൻറ്റ്, അതായത് നമ്മുടെ നേരത്തെ വീഡിയോയിലാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇമോജി വരുന്നില്ല പറഞ്ഞിട്ട്. അപ്പോൾ ഇമോജി എങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. ഇനി നമുക്ക് സ്റ്റോറി ഒന്ന് സ്റ്റോറി ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ കറക്റ്റ് സ്റ്റൈൽ വന്നിട്ടുണ്ട്. അത് ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെയാണോ നമ്മൾ സ്റ്റോറി ഇടാതെ ഒരു ഓപ്ഷൻ തന്നെയാണ് ഇതിലും നമുക്ക് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇതേമാതിരി സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്റ്റോറീസൊക്കെ ഇടണമെങ്കിൽ ബെറ്റർ തന്നെയാണ് ഇൻസ്റ്റാ ഫ്ലോ തന്നെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതേമാതിരി iOSൻ്റെ ഇമോജീസ് ആഡ് ചെയ്യണത് ജസ്റ്റ് ഇതാ നമുക്ക് ഏത് ഇമോജീസ് വേണം സെലക്ട് ചെയ്തിട്ട് ആഡ് ആക്കാൻ പറ്റും. അപ്പോൾ ടെക്സ്റ്റിൽ പോകാൻ മൂന്നാമത്തെ ഫോണ്ട് എടുക്കുക. അതിനുശേഷം ഇവിടെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇവിടെ ഇമോജീസ് വർക്കാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ജസ്റ്റ് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെ വീഡിയോ ഇടയിൽ പാസ്വേഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വീഡിയോ ഫുള്ളായി കാണിച്ചെങ്കിൽ പാസ്വേഡ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 500 to 1K ലൈക്കാണ് മാക്സിമം. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നിങ്ങളെ കൊണ്ട് പറ്റും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.